ഇറാൻ ഇസ്രായേൽ തുറന്ന പോരാട്ടം 4-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പോരാട്ട വീര്യവും ആക്രമണങ്ങളും യുദ്ധതന്ത്രങ്ങളുമായി കളം നിറയുകയാണ് ഇരു രാഷ്ട്രങ്ങളും. ഇറാനെ ആക്രമിക്കാൻ പറ്റിയ സമയമാണ് ഇതെന്ന് കണ്ട് ആക്രമണം ആരംഭിച്ച ഇസ്രായേലിന് എല്ലാ കണക്കുകൂട്ടലുകളും പിഴക്കുന്നതാണ് പോയ ദിവസങ്ങളിലെല്ലാം കണ്ടത്. 3-ാം ദിവസം രാത്രിയിൽ ഇറാൻ ആർമിയെ ഉദ്ധരിച്ച് ഒരു എക്സ്പോസ്റ്റിലെ സൂചന ഇങ്ങനെയായിരുന്നു: ദ നൈറ്റ് വിൽ ബി വെരി പെയിൻഫുൾ ഫോർ ദ എനിമീസ് എന്ന്. ഇസ്രയേലിന് അങ്ങേയറ്റം വേദന നിറഞ്ഞ രാത്രിയായിരിക്കും ഇത് എന്നായിരുന്നു ഇറാന്റെ സൂചനാ സന്ദേശം. ഇത്തരമൊരു സൂചനയിലേക്ക് ഇറാനെ നയിച്ചത് ഇസ്രയേലിന്റെ തന്നെ പ്രകോപനമായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രത്തെ തങ്ങൾ ആക്രമിക്കുന്നു എന്നും ആണവ കേന്ദ്രത്തിനടുത്ത് താമസിക്കുന്നവർ ഉടൻ ഒഴിയണം എന്നുമുള്ള സന്ദേശം ഇസ്രയേൽ നൽകി. തുടർന്ന് ഇസ്രയേൽ ആണവ കേന്ദ്രത്തിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങളും നടത്തി. രാത്രിയിലും പകലിലുമായി ഇറാനിൽ 80ഓളം ചെറുതും വലുതുമായ ആക്രമണങ്ങൾ ഇസ്രയേൽ ഇറാനിൽ നടത്തി. ഈ ആക്രമണങ്ങൾക്കുണ്ടായ ശക്തമായ തിരിച്ചടിയായിരുന്നു ഇറാന്റെ കഴിഞ്ഞ ദിവസം രാത്രിയിലെ മുഴുസമയ ആക്രമണം. ഇറാന്റെ ആണവ ഊർജ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടപ്പോൾ ഇസ്രയേലിന്റെ വ്യാപാര തുറമുഖ നഗരമായ ഹൈഫയെ ലക്ഷ്യം വെച്ച് അതിഭീകരമായ ആക്രമണം തന്നെ പിന്നീട് ഇറാൻ ഹൈഫയെ ഇറാൻ ലക്ഷ്യം വെക്കുന്നതിന് പിറകിൽ സുപ്രധാനമായ മറ്റൊരു താല്പര്യം കൂടിയുണ്ട്. ഹൈഫ തുറമുഖ നഗരമാണ്. തുറമുഖ നഗരം എന്നതിനപ്പുറം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളടക്കം തകർക്കാൻ കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അഥവാ അമേരിക്കയോ ഫ്രാൻസോ അടക്കമുള്ള രാജ്യങ്ങളുടെ നാവിക നീക്കങ്ങളെ തടയാൻ ഒരു പരിധിവരെ ഇറാന് കഴിയും എന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഇതോടൊപ്പം ഇറാൻ ഹൈഫയിലെ ഓയിൽ റിഫൈനറിയെയും ഊർജ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടു. ഒപ്പം ഒരു സൈനിക ക്യാമ്പും ആക്രമിച്ചു തുടങ്ങിയ വാർത്തകളും പുറത്തു വരികയാണ്. ഹൈഫയോടൊപ്പം ടെല്ലവീവ്, ജെറുസലേം, സെൻട്രൽ ഇസ്രായേൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇറാന്റെ മാരകമായ ആക്രമണങ്ങൾ ഉണ്ടായി. ഇറാനിയൻ കേന്ദ്രങ്ങളിലെ 80ഓളം ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായത് ഓയിൽ റിഫൈനറിന് നേരെയുള്ളതായിരുന്നു. വലിയ നഷ്ടം തന്നെ ഇറാന് ഇതുമൂലം സംഭവിച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളെയാണ് ഇസ്രയേൽ അടുത്തതായി ലക്ഷ്യം വെക്കുക എന്ന് ഇസ്രയേൽ സൈനിക വൃത്തങ്ങളും വ്യക്തമാക്കുന്നു. കാരണം ഇസ്രയേലിലേക്ക് പതിക്കുന്നതിൽ അധികവും റോക്കറ്റുകളും മിസൈലുകളുമാണ്. ഇവ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ പാതി പണി കുറഞ്ഞു. എന്നാൽ മിസൈൽ നിക്ഷേപ കേന്ദ്രങ്ങൾ പല കേന്ദ്രങ്ങളിലായാണ് ഇറാൻ തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് ഇസ്രയേലിനെ തെല്ലൊന്നുമല്ല കുഴക്കിയിരിക്കുന്നത്. അതിനിടെ ഹൈഫയിലെ ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം പൂർണ്ണമായും തകർക്കപ്പെട്ടതായി ഇസ്രയേൽ മാധ്യമങ്ങളും വ്യക്തമാക്കി. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടങ്ങളും നഷ്ടങ്ങളും തുടരുകയാണ്. ഇതിനിടെ ഇസ്രയേലിന് പിന്തുണയുമായി ഫ്രാൻസ് എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അമേരിക്ക ഈ ഘട്ടത്തിൽ ഏതായാലും ഇടപെടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വൈകാതെ ഇസ്രയേലിന്റെ രക്ഷയ്ക്കായി അമേരിക്ക എത്തും എന്ന സൂചനകൾ തന്നെയാണ് അന്താരാഷ്ട്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.